കേരളമടക്കം 4 സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ നിയോഗിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനുള്ള അഴിച്ചുപണി ആരംഭിച്ചിരിക്കുകയാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന തെലങ്കാനയിൽ കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്താക്കിയതോടെ കേന്ദ്ര മന്ത്രിസഭയിലും പുനഃസംഘടന ഉറപ്പായി. കൂടുതൽ കേന്ദ്രമന്ത്രിമാരെ വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃസ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുമെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെലങ്കാനയെ കൂടാതെ ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം പുതിയ അധ്യക്ഷന്മാരെ നിയോഗിച്ചത്. കേരളം, ഗുജറാത്ത്, ഹരിയാന, കർണാടക, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കൂടി ഉടൻ പുതിയ നേതൃത്വം വരുമെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ പറയുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരാണ് കേരളത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പകരം കേന്ദ്രമന്ത്രിസഭയിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്താനാണ് നീക്കം. മന്ത്രിയാക്കിയ ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിൽ ബി.ജെ.പി. പ്രഥമ പരിഗണന നൽകുന്ന തൃശൂരിൽ തന്നെയാകും സുരേഷ് ഗോപി അടുത്ത തവണയും ഇറങ്ങുക. 4 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 10 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഈ മാസം 24-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ 4 സീറ്റുകളാണ് ബി.ജെ.പിക്ക് ജയമുറപ്പുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സീറ്റിലാകും സുരേഷ് ഗോപിയെ നിർത്തുക. വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പുതിയ റോൾ എന്താകും എന്നത് സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കർണാടകയിലാണ് നേതൃസ്ഥാനങ്ങളെ ചൊല്ലി ബി.ജെ.പി. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 2 മാസത്തോളമായിട്ടും ഇതുവരെ പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താനായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ എം.എൽ.എമാരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് കേന്ദ്ര നേതൃത്വം നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെ പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ് മുതിർന്ന നേതാവ് ബി.എസ്. യെദ്യൂരപ്പയുടെ ആവശ്യം. എന്നാൽ മുൻ കേന്ദ്രമന്ത്രി ബസൻഗൗഡ പാട്ടീലിനാണ് ആർ.എസ്.എസ്. നേതൃത്വത്തിന്റെ പിന്തുണയുള്ളത്. മുതിർന്ന നേതാക്കളായ അശ്വന്ത് നാരായൺ, എസ്. സുനിൽകുമാർ, ആർ. അശോക, അരംഗ് ജാനേന്ദ്ര എന്നിവരും നേതൃസ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്.